Hi friends, good evening. I hope you're fine. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഈസും ആമും ആറും വാസും വേറൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ അവൻ എന്താണ്, അവൾ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്തായിരുന്നു, അവൾ എന്തായിരുന്നു, അവൻ എന്തായിരുന്നു, എക്സാം ഈസി ആണോ, എക്സാം ഈസി ആയിരുന്നു, എക്സാം ഈസി ആണ് എന്നൊക്കെ പറയാം അല്ലേ. ഈസ്, ആമ്, ആറ്, വാസ്, വേറ് ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ റിഹേഴ്സൽ, ഒരു ഫൈനൽ ടച്ചാണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. സി ഈസ്, ആം, ആർ. നമുക്കറിയാം ഈസും ആമും ആറും നമ്മൾ ഉപയോഗിക്കുന്നത് ആകുന്നു എന്ന് പറയാനാണ്, അല്ലെങ്കിൽ ആണ് എന്ന് പറയാനാണ് അല്ലേ. നമുക്ക് ഉപയോഗിക്കുക ഈസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഹീ, ഷീ, ഇറ്റ് ആണ് അല്ലേ. ഹീ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. ഇവിടെ നെയിംസ് ഉപയോഗിക്കാം. സുധി ഈസ്, പൊന്നാനി ഈസ്, കൊച്ചി ഈസ്, അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ ഐ നമ്മൾ ഉപയോഗിക്കുക ആമിൻ്റെ കൂടെ മാത്രമാണ് അല്ലേ. ഐ ആം. ഞാൻ എന്താണ്, ഞാൻ എന്താകുന്നു, ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാനാണ് നമ്മൾ ആം ഉപയോഗിക്കുക. ആറ് നമ്മൾ ഉപയോഗിക്കുക യു, ദേ, വി അല്ലേ. ഇവരുടെ കൂടെയൊക്കെയാണ് നമ്മൾ ആറ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീസ് എ ടീച്ചർ, അവനൊരു ടീച്ചറാണ്. ആൻഡ് ഹീ ഈസ് ഹിയർ, അവൻ ഇവിടെയാണ്. ഹീ ഈസ് ഹിയർ, അവൻ ഇവിടെയാണ് അല്ലേ. ആൻഡ് ഹീ ഈസ് ന്യൂ ഹിയർ, അവനിവിടെ പുതിയ ആളാണ്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ, അത് വളരെ എന്താണ്, മനോഹരമാണ്. ഇറ്റ് ഈസ് ഈസി, അത് വളരെ ഈസിയാണ്. ഇറ്റ് ഈസ് ടഫ്, അത് വളരെ ടഫാണ് എന്നൊക്കെ പറയാൻ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ആം ഉപയോഗിക്കുക അതിൻ്റെ കൂടെ തന്നെ അല്ലേ. ഐ ആം എ ടീച്ചർ, ഐ ആം ഹിയർ, ഐ ആം കോൺഫിഡൻറ്റ് ടു ഡു ദാറ്റ്, ഐ ആം എൻ ഇംഗ്ലീഷ് കെയർ സ്റ്റുഡൻറ്റ്, ഐ ആം വർക്കിംഗ്, ഐ ആം സ്ലീപ്പിംഗ്, ഐ ആം ഡ്രൈവിംഗ് എന്നൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കും, ആം ഉപയോഗിക്കും അല്ലേ. ആറ് നമ്മൾ ഉപയോഗിക്കുക യു, ദേ, വി, അതിനോട് ഉപയോഗിക്കുക യു ആർ എ ടീച്ചർ, യു ആർ എ ഫെൻറ്റാസ്റ്റിക് ഹ്യൂമൻ ബീയിങ്, ആൻഡ് യു ആർ നോട്ട് മൈ ഫ്രണ്ട്, നീ എൻ്റെ ഫ്രണ്ട് ഒന്നുമല്ല. യു ആർ നോട്ട് മൈ എനിമി, നീ എൻ്റെ എന്തല്ല, എനിമി അല്ല. ആൻഡ് യു ആർ റിയലി എക്സ്പീരിയൻസ്ഡ്, നിങ്ങൾ വളരെ എന്താണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. ദേ ആർ നെയ്ബേഴ്സ്, അവർ നെയ്ബേഴ്സ് ആണ്. ദേ ആർ ഫ്രണ്ട്സ്, അവരെന്താണ്, സുഹൃത്തുക്കളാണ്. ദേ ആർ വർക്കിംഗ്, അവരെന്ത് ചെയ്യാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ അസ്, അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഫ്രണ്ട്സ്, വി ആർ എനിമീസ്, അല്ലെങ്കിൽ വി ആർ ട്രൂ ഫ്രണ്ട്സ്, വി ആർ വെരി ക്ലോസ്, we are writing exam, we are preparing for exam, and we are having a final rehearsal എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഹീ, ഷീ, ഇറ്റ്, ഈസിൻ്റെ കൂടെ ഐ, ആമിൻ്റെ കൂടെ യു, ദേ, വി, ആറിൻ്റെ കൂടെ. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഈസും ആമും ആറും ഒക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ആരുടെ കൂടെയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഈസ് ഹീ, അവനാണോ, ഈസ് ഷീ, അവളാണോ, ഈസ് ഇറ്റ്, അതാണോ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് അവനൊരു ടീച്ചറാണോ എന്ന് ചോദിക്കാം. ഈസ് ഹി എ ടീച്ചർ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, യെസ് ഹി ഈസ് എ ടീച്ചർ, അല്ലെങ്കിലോ നോ ഹി ഈസ് നോട്ട് എ ടീച്ചർ, റൈറ്റ്. ഇനി അത് വളരെ ടഫാണോ എന്ന് ചോദിക്കാം. ഇസ് ഇറ്റ് വെരി ടഫ്, ഇസ് ഇറ്റ് വെരി ടഫ്, നോ ഇറ്റ് ഈസ് നോട്ട് ടഫ്, അതെന്തല്ല, ടഫ് അല്ല. ടഫാണെങ്കിലോ യെസ് ഇറ്റ് ഈസ് ടഫ്, അത് വളരെ എന്താണ്, ടഫാണ് അല്ലേ, റൈറ്റ്. അപ്പോൾ നമ്മൾ ഈസും ആമും ആറും വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആ ഹെഡ്സ് ഏതൊക്കെയാണോ അതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്ന ഹെഡ്സ് ഏതാണോ അതിന് ഫ്രണ്ടിൽ പറയാം. ഇപ്പോൾ എം ഐ, ചിലപ്പോൾ നമുക്ക് തോന്നാം സാറേ ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ആരോടാണ് ചോദിക്കുക എം ഐ വെച്ചിട്ട് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അപ്പോൾ നിങ്ങളെ ടീച്ചറോട് നിങ്ങൾ ചോദിക്കണം, സാറേ ഞാൻ ഈ ക്ലാസ്സിൽ നല്ല സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കണം. നമ്മളെങ്ങനെ ചോദിക്കുക, എം ഐ എ ഗുഡ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്, എം ഐ എ ഗുഡ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്, ഞാൻ ഈ ക്ലാസ്സിൽ നല്ല സ്റ്റുഡൻ്റ് ആണോ അല്ലേ. നിങ്ങൾ ചോദിക്കണം, എടാ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണോ എന്ന് ചോദിക്കുക. എം ഐ കോൺഫിഡൻറ്റ്, ഞാൻ കോൺഫിഡൻ്റ് ആണോ അല്ലേ. ഇപ്പോൾ ഒരാൾ പറയണം അതെ അവൻ എന്നെ എന്നും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എടോ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക. എം ഐ ഡിസ്റ്റർബിങ് യു, എം ഐ ഡിസ്റ്റർബിങ് യു, ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് ചോദിക്കാം. ഇനി ഏത് കോണ്ടെക്സ്റ്റിലും എം ഐ ഡിസ്റ്റർബിങ് യു എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ 2-3 പേര് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്തൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണം. നമ്മൾ ചോദിക്കാറില്ലേ എക്സ്ക്യൂസ് മീ എന്ന് ചോദിക്കാറില്ലേ, അതിന് പകരമായിട്ട് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഹലോ എം ഐ ഡിസ്റ്റർബിങ് യു, ഞാൻ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണോ. അപ്പോൾ അവർ പറയാണ്, അവർക്ക് എക്സ്ക്യൂസ് മീ ചോദിക്കുന്ന പോലെ തന്നെ അവർ അല്ല എന്ന് പറഞ്ഞെങ്കിൽ നോ യു ആർ നോട്ട്, പ്ലീസ് ആസ്ക്, അല്ലെങ്കിൽ പ്ലീസ് എന്ന ലെവൽ അവർ പറയും. അപ്പോൾ നമുക്ക് എം ഐ വെച്ച് ചോദിക്കുക
ചില റെയർ സിറ്റുവേഷൻസിലാണ്, പക്ഷെ നമുക്കത് വെച്ച് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എം ഐ ബ്യൂട്ടിഫുൾ, എം ഐ ഹാൻസം, എം ഐ ലുക്കിംഗ് ഗുഡ് ടുഡേ, എം ഐ യുവർ ഫ്രണ്ട്, എം ഐ യുവർ എനിമി, ഞാൻ നിന്റെ എനിമിയാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം, റൈറ്റ്. ഇനി ആറാണെങ്കിലോ, ആറ് ഫ്രണ്ടിൽ വെച്ചാൽ മതി. ആർ യു എ ടീച്ചർ, ആർ യു ഹിയർ, ആർ യു ഡിസപ്പോയിൻറ്റഡ്, ആർ യു സാറ്റിസ്ഫൈഡ്, ആർ യു ഹാപ്പി, ആർ യു കോൺഫിഡൻറ്റ് ടു ഡു ദാറ്റ്, ആർ യു എക്സ്പീരിയൻസ്ഡ് to do this job, നിങ്ങളിത് ജോബ് ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആണോ, ആർ യു തിങ്കിങ്, നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, ആർ യു വെയിറ്റിംഗ് സംബാരി, നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ആർ യു വെയിറ്റിംഗ് ഫോർ സംബാരി ആണെങ്കിൽ നമ്മൾ എന്താ പറയുക, യെസ് ഐ ആം വെയിറ്റിംഗ് ഫോർ സംബാരി, അല്ലെങ്കിലോ നോ ഐ ആം നോട്ട് വെയിറ്റിംഗ് ഫോർ സംബാരി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഹീ ഷീ ഇറ്റ് ഈസിൻ്റെ കൂടെ ഉപയോഗിക്കും, ഐ ആമിൻ്റെ കൂടെ ഉപയോഗിക്കും, യു ദേ വി ആറിൻ്റെ കൂടെ ഉപയോഗിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഹീ ഷീ ഇറ്റിൻ്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കുക, ഈസ് ചേർക്കുക, ഐയുടെ ഫ്രണ്ടിൽ ആം ചേർക്കുക, ആൻഡ് യു ദേ വിയുടെ ഫ്രണ്ടിൽ ആറ് ചേർക്കുക, റൈറ്റ്. നമുക്ക് ഇനി എന്ത് വരണ്ട, കൺഫ്യൂഷൻസ് വരണ്ട. ഇനി നെക്സ്റ്റ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണണം, കാരണം ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ചോദിക്കേണ്ട സിറ്റുവേഷൻസ് വരാറില്ലേ. നീ ആരാണ്, നിനക്ക് എത്ര വയസ്സായി, നിൻ്റെ അമ്മയ്ക്ക് എത്ര വയസ്സായി, നിൻ്റെ ബ്രദർ അല്ലെങ്കിൽ നിൻ്റെ ബ്രദറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, WH ക്വസ്റ്റ്യൻസ് ഒക്കെ ചേർക്കില്ലേ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ വ്യക്തമായി പഠിക്കും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ മേക്ക് ചെയ്യുക എന്നുള്ളത്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മീ. ഗുഡ് നൈറ്റ്.